നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മളാരോടും ഒരു തരത്തിലുള്ള സ്നേഹമോ താല്പര്യമോ കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ സ്വന്തം മാതാപിതാക്കളോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും കൂടെയുള്ളവരോടാണെങ്കിലും അങ്ങനെ പ്രത്യേകമായിട്ട് കാണിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ വേറെ ചില അസ്വസ്ഥതകളും ചില ഭയങ്ങളും, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യണില്ല എന്നും പറഞ്ഞിട്ട് അവരെ നമ്മൾ ഉണർത്താൻ നോക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ മറ്റുള്ളവരെ പ്രത്യേകമായിട്ട് കെയർ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എവിടെയോ നമ്മൾ അതിലൊരു ത്രെറ്റ്, ഒരു ഭീഷണി, നമ്മളിലൊരു ഇൻസെക്യൂരിറ്റി, ഇവർക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെതിരെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇവരുടെ ചില പ്രവൃത്തികൾ നമ്മളെ സ്വാധീനിക്കുന്ന ഭാഗത്തേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ്. മറിച്ച് എല്ലാവരുടെയും ആവശ്യം എന്താ? അവനവൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആരെയും കൂട്ടേണ്ട ആവശ്യമില്ല, ആരെയും തള്ളിവിടേണ്ട ആവശ്യമില്ല. ഇപ്പം മിക്ക മാതാപിതാക്കളെടുത്തൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. കാരണം അവർ ചെറുപ്പത്തിൽ ചെയ്ത ഒരുപാട് മെമ്മറീസ് നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ തിരിച്ച് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അപകടം, അല്ലെങ്കിൽ നമ്മൾ ഇവരെന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവർക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? സത്യത്തിൽ നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ കുറഞ്ഞു കൊണ്ടിരിക്കുക. വേറൊരാൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ തോന്നൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് കളയണം. കാരണം നമ്മൾ നേരെ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മൾ മാത്രമാണ്. അപ്പോൾ അതോടെ എവിടെന്തെങ്കിലും രീതിയിലുള്ള ത്രെറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവസരമാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അല്ലാതെ പിന്നെ എന്താ കാര്യം ജീവിതം കൊണ്ട്? അപ്പോൾ എന്തിനെയാണോ നമ്മൾ അമിതമായിട്ട് താല്പര്യം കാണിക്കുന്നത്, എന്തിനെയാണോ നമുക്ക് അമിതമായിട്ട് ഭയമുള്ളത്, അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ കോൺഫിഡൻസ് ലെവലിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല. സ്ലോലി നമ്മളെ പരിശോധിക്കുമ്പോൾ അത് തുറന്നു വരും. ആ അവസരത്തിൽ അതിനെ അവസരമായിട്ട് ഉപയോഗിക്കുക, നമുക്ക് വളരാനുള്ള. അല്ലാതെ ആരെയും ബോധിപ്പിക്കുക, ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. വളരെ സിമ്പിളാണ്.